ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി വിജയ് പ്രധാന വേഷത്തിലെത്തിയ മാസ് ആക്ഷൻ സിനിമയായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ സെപ്റ്റംബർ 5 വ്യാഴാഴ്ച തിയേറ്ററിലേക്ക് എത്തിയ സിനിമയുടെ വീക്കെൻഡ് കളക്ഷൻ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ 4 ദിവസങ്ങൾ കൊണ്ട് നേടിയ വ്യക്തമായ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നിട്ടും ലഭിക്കുന്ന കളക്ഷൻ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമേ സിനിമയ്ക്ക് മോശം അഭിപ്രായം കൂടുതലായി വന്നിട്ടുള്ളൂ എന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. സാധാരണ വിജയ് സിനിമകൾക്ക് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് കേരളത്തിലാണ്. എന്നാൽ ഇത്തവണ കേരളത്തിലേക്കാൾ കളക്ഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സിനിമ നേടിയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 108 കോടി രൂപയാണ് ഗോട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വീക്കെൻഡിൽ 100 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഇതുവരെ ലിയോ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ലിയോയ്ക്ക് ശേഷം തിയേറ്ററിലിറങ്ങിയ ഗോട്ടും 108 കോടി രൂപ വീക്കെൻഡിൽ സ്വന്തമാക്കി റെക്കോർഡിട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായ ഞായറാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് 28 കോടിയും കേരളത്തിൽ നിന്ന് 1,65,00,000 ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 40 കോടിയും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആകെ ഇതുവരെ 4 ദിവസം കൊണ്ട് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് 10,65,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 21,70,00,000, തെലുങ്കിൽ നിന്ന് 10,05,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13,55,00,000 ചിത്രം ഇതുവരെ സ്വന്തമാക്കി. ടോട്ടൽ 4 ഡേ ഇന്ത്യൻ കളക്ഷൻ 164 കോടി രൂപയും ടോട്ടൽ 4 ഡേ ഓവർസീസ് കളക്ഷൻ 121 കോടി രൂപയുമാണ്. 285,65,00,000 രൂപയാണ് ദളപതിയുടെ ഗോട്ടിൻ്റെ വെറും 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. കേരളത്തിൽ 15 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയാലാണ് ഹിറ്റ് സ്റ്റാറ്റസ് ലഭിക്കുക. അതുപോലെ വേൾഡ് വൈഡായി 400 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാലാണ് സിനിമ ഹിറ്റായി മാറുക. എന്തായാലും സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മികച്ച കളക്ഷനാണ് ഈ 4 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തോടു കൂടി തന്നെ ചിത്രം വേൾഡ് വൈഡായി 300 കോടി ക്ലബിലെത്തും. നെഗറ്റീവ് റിവ്യൂസ് ഒന്നും വലിയ രീതിയിൽ ഗോട്ടിനെ ബാധിച്ചിട്ടില്ല എന്നാണ് കളക്ഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദളപതിയുടെ ബോക്സ് ഓഫീസ് സ്റ്റാർഡം പഴയതിനേക്കാൾ പവറിൽ ഇപ്പോഴുമുണ്ടെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. അതുപോലെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.